നമ്മളെല്ലാവരും എക്സലൻ്റ് ആണോ? മുഹ്സിനീൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ കൂട്ടത്തിൽ നമ്മളെല്ലാവരും പെടുമോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണമേ, നമ്മൾ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുന്നവരാണ്. അവിടെ നമുക്ക് സിദുക്ക് വേണം. കച്ചവടം നടത്തുന്നവരാണ്, നമുക്ക് റഹ്മത്ത് വേണം, മുസാമഹത്ത് വേണം, അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അതുപോലെ കടം കൊടുത്ത ആളുകൾക്ക് തജാവുസ്, അവർ ഒന്ന് ഇൻലാർ ചെയ്യണം, കുറച്ച് സാവകാശം കൊടുക്കണം. ഇതൊക്കെ ഇഹ്സാൻ്റെ ഭാഗമാണ്. ഇസ്ലാമിലെ മഖാസിദ് ശരിയയിൽ അതിൻ്റെ ഹയർ ഒബ്ജക്റ്റീവ്സിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായ ഒന്നാണ് ഇഹ്സാൻ, ഗുണം ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ നാടുകളിൽ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസമോ ആക്സിഡൻസുകളോ സംഭവിച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് അയാളെ സഹായിക്കും അല്ലേ? തക്കാഫൽ, നമ്മളെല്ലാവരും അദ്ദേഹത്തെ സഹായിക്കും. അത് നല്ലൊരു ഇഹ്സാനിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ ഒരു കച്ചവടം നടന്നാൽ അവിടെ വാങ്ങിയ ആൾക്ക് ചോയ്സ് ഉണ്ട്. അതിലെന്തെങ്കിലും ഒരു അപ്രീതി അയാൾക്ക് വരുന്നുണ്ടെങ്കിൽ, നിയമപരമായ ഡിസാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള ഖിയാറുണ്ട്. ഖിയാർ മജ്ലിസ്, ഖിയാർ ഷർത്ത്, അത് കണ്ടീഷനാക്കാനും ശറഅ അനുവദിക്കുന്നുണ്ട്. അതുപോലെ ഒരു സാധനം കച്ചവടം നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അയ്ബുകൾ, പ്രകടമായ അയ്ബുകൾക്ക് ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം. എന്തിനാണ് ഈ പറയുന്നത്? ഒരു തരത്തിലും ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. നന്മയോടുകൂടെ ആയിരിക്കണം വർത്തിക്കേണ്ടത്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ എന്ന വലിയൊരു പാഠം, ആ ഒരു മഖ്സദിന് വേണ്ടിയാണ് ഇത് കൃത്യമായിട്ട് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൈലുൽ ലിൽ മുത്തഫിഫീൻ, നിങ്ങൾ തത്ഫീഫ് നടത്താനും പാടില്ല. കയ്യിൽ മീസാൻ, വസന്, തൂക്കങ്ങളിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഏതൊരു സാമ്പത്തികമായ എക്കണോമിക് ഏജന്റിനെയും ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നഷ്ടം വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത് എന്നാണ് ഇഹ്സാൻ എന്ന് പറയുന്ന മഖ്സദു ശാരിഇന്റെ ലക്ഷ്യം.